എത്ര മനോഹരമായിട്ടാണ് രേണുസുതി കള്ളങ്ങൾ പറയുന്നത്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്റ്റബോണായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് എന്നുള്ളൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുക കേട്ടോ. എൻ്റെ ചാനൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാവരും രേണുസുതിക്കെതിരെ സംസാരിച്ചിരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചത്. എനിക്ക് രേണുസുതി അറിയില്ല, നേരിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. പക്ഷേ എൻ്റെ അന്നത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഇവരെല്ലാവരും ഇങ്ങനെ ക്രൂശിക്കുന്നത്? എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവരിൽ കണ്ട രണ്ട് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റീസ് അല്ല, രണ്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു വിധവയാണ്. രണ്ടാമത് അവരൊരു വ്യക്തിത്വമാണ്. മരിച്ചുപോയ ഒരാളുടെ ഷെയ്ഡിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു വ്യക്തി, അവരുടെ ഭർത്താവായിരുന്ന സുധി മരിച്ചുപോയി. സുധിയോട് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ബഹുമാനം അത് അവരിലൂടെ വീണ്ടും വേണം എന്നൊക്കെ കാണിക്കുന്ന വാശിയല്ലേ എന്നൊക്കെ ഉള്ള ചിന്താഗതിയായിരുന്നു എനിക്ക്. പക്ഷെ പോകെ ഇപ്പം വെരി റീസെൻ്റ് അവർക്ക് അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. പക്ഷെ അതിന് ശേഷവും അവർ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനാണോ, അത് ആരെങ്കിലും ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, സോഷ്യൽ മീഡിയ അവരുടെ ഒരു താവളമായിട്ട് പുള്ളിക്കാരത്തി മനസ്സിലങ്ങ് ഉറപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുന്ന ഒരു തൻ്റെടിത്തരം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു താഴത്തെ വാക്കായി പോകും. ഒരു ധൈര്യം അവർക്ക് എങ്ങനെ വന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയും എനിക്കത് ഒരു തരത്തിലും നമ്മുടെ മനസാക്ഷിക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പം വളർത്തുമകനെ കുറിച്ചിട്ടാണെങ്കിലും അവൻ വരുന്നില്ല എന്നുള്ളൊരു പരാതി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അത് കേൾക്കും എന്നുള്ളൊരു ധൈര്യം രോഗക്കിടക്കയിൽ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? അതും സ്വന്തം മകനെക്കുറിച്ച്, സ്വന്തം മകനാണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും ഇപ്പം റീസെൻ്റ് ആയിട്ട് അക്ബർ ഒരു പാട്ട് പുള്ളിക്കാരത്തി കൊളാബായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, രേണു ചേച്ചി എന്നെ വിളിച്ചിരുന്നു, അപ്പോൾ അസുഖം വന്ന സമയത്ത് രേണു അക്ബറിനെയും വിളിച്ചു. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് എന്തുകൊണ്ട് മകനോട് വിളിച്ചില്ല? എന്നിട്ട് അവനെക്കുറിച്ച് മോശമായിട്ട് ഈ വക കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ അവർ ചെയ്യുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ അവരുടെ ശരീരത്തോട് അവർക്ക് ഒരു റെസ്പെക്റ്റ് ഇല്ല. കാരണം ശരീരം ഒരു രോഗാവസ്ഥയെ സർവൈവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആ ശരീരത്തെ പാകപ്പെടുത്തുക എന്നുള്ളത് അവരുടെ കടമയാണ്, അവരുടെ മനസ്സിൻ്റെ കടമയാണ് അല്ലേ. പക്ഷെ ആ ശരീരത്തോട് യാതൊരു റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു നീതിയും ഇല്ലാത്ത രീതിയിൽ ഓരോ പ്രവർത്തികൾ കാട്ടുമ്പോൾ എൻ്റെ മനസാക്ഷിക്ക് ചിലതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നതുപോലെ സീമാജി നായറിനെ കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് വളരെ വൈറലാവുന്നു. അത് തെറ്റാണെന്ന് ആ ഷഫീന ബീവി എന്ന് പറയുന്ന ചേച്ചി അത് കണ്ടുപിടിച്ചു. അതായത് സീമാജി നായറുമായിട്ട് ലൈവിൽ സംസാരിക്കുന്നത് പുള്ളിക്കാരത്തിൽ ടെലികാസ്റ്റ് ചെയ്തു. രേണുസുതി പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ കള്ളത്തെ മണ്ണിട്ട് മൂടുവാൻ അടുത്ത കള്ളവുമായിട്ട് ഭയങ്കര സ്റ്റബോണായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരു രേണുസുതി. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം വന്നു. ആ ഒരു പിങ്ക് ടീഷർട്ടൊക്കെ ഇട്ടിട്ട്, അതായത് എൻ്റെ മാനേജറോ സംതിങ് ഷിഹാബോ, എനിക്ക് ആ പേര് ഓർമ്മ വരുന്നില്ല, പുള്ളി സീമാജി നായറിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആ വീഡിയോ കണ്ടിട്ടേ ഇല്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ കാണുന്നത്. അതെങ്ങനെയാ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന രേണുസുതി? അതായത് പുള്ളിക്കാരത്തിയുടെ പല വീഡിയോസും നമുക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഡ്രസ്സിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും, ഡ്രസ്സിങ് ഒക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു രേണുസുതി ഉണ്ടായിരുന്നു. സുധിയുടെ തൊട്ടു പിറകിൽ വന്ന് നിന്ന് ചുരിദാറൊക്കെ ഇട്ട് വന്ന ഒരു രേണുസുതി. അതെന്താ, സുധിയുടെ ഭാര്യയ്ക്ക് വേറെ രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ പാടില്ലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ നമുക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. പക്ഷേ സുധിയുടെ ഒപ്പം വന്ന് നിൽക്കുമ്പോൾ ആ രേണുസുതി അങ്ങനെയായിരുന്നു. അപ്പോൾ സുധിക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടം. അപ്പോൾ അത്രയും ഭയങ്കര ഇഷ്ടമുള്ള വൈകാരിക ബന്ധമുള്ള സുധി മരിച്ചു കഴിയുമ്പോൾ സുധിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുകയും സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കളം പുള്ളിക്കാരത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള രേണുസുതി പുള്ളിക്കാരത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും കാണാതെ ഇരിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അതൊരു മനഃശാസ്ത്രമാണല്ലേ. ഒറ്റ വീഡിയോ മാത്രം പുള്ളിക്കാരത്തി കണ്ടില്ല. സീമാജി നായറിനെ കുറിച്ച് പുള്ളിക്കാരത്തിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് കേട്ടില്ല, അറിഞ്ഞില്ല, ആ വീഡിയോ കണ്ടില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണെന്നറിയാം. കാരണം തന്നെക്കുറിച്ചും മറ്റൊരു, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു പേരിൽ തിളങ്ങി നിൽക്കുന്ന, അതായത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് സീമാജി നായറിനെ അറിയാം. അതായത് ഇപ്പോൾ ശരണ്യയുടെ കേസ്, മരിച്ചുപോയ ശരണ്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് മരിച്ചുപോയ ഒരു സീരിയൽ ആക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്ത്, പിന്നെ മറ്റൊരു ആക്ട്രസ് ഉണ്ടായിരുന്നു കോമഡി പ്രോഗ്രാമിലൊക്കെ, അവർക്കൊരു ഭവനമൊക്കെ വെച്ച് കൊടുത്ത് ആ രീതിയിൽ വളരെയേറെ തിളങ്ങി നിൽക്കുന്ന സീമാജി നായറിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അത്
രേണുസുതി അറിയാതെ പറഞ്ഞു എന്ന്, അതും കൂടെ നിൽക്കുന്ന ആൾ രേണുസുതിയുടെ അനുവാദം ഇല്ലാതെയാണ് അത് പറഞ്ഞത് എന്ന് വളരെ തൻ്റെടത്തോടു കൂടി സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറയാൻ കാണിച്ച, കള്ളം അവിടെ പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം, അതായത് രേണുസുതിക്ക് എവിടുന്ന് ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് വന്ന് പറഞ്ഞാലും ആളുകൾ അത് വിശ്വസിക്കും. എത്ര വലിയ കള്ളം ചെയ്തിട്ടാണെങ്കിലും അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് വിശ്വസിക്കും. എനിക്കതിനുള്ള ധൈര്യമുണ്ട് എന്നുള്ളത് പുള്ളിക്കാരത്തിയുടെ ശരീരത്തോട് പോലും ഒരു ആത്മാർത്ഥത ഇല്ലല്ലോ എന്ന് എന്നെ ചിന്തിപ്പിച്ചു. അതായത് എൻ്റെ മനസാക്ഷിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പുള്ളിക്കാരത്തിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തിയുടെ ഈ അവസ്ഥ നമുക്കൊക്കെ മനസ്സിലാവുമെങ്കിലും എനിക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയതും ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കണ്ട ആ ഒരു കാര്യമാണ്. സീമാജി നായറിനെ കുറിച്ച് പുള്ളിക്കാരത്തി പറഞ്ഞായിരിക്കാം കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. സീമാജി നായർ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ രേണുസുതിയും പല പോസ്റ്റുകളിട്ടു, കൂടെ നിൽക്കുന്ന ആൾ പല കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് കള്ളമെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഞാനതൊന്നും കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള ആൾ രേണുസുതി പറയുന്നതല്ലേ ചെയ്യത്തുള്ളൂ. ബിഗ് ബോസിൽ ചെന്നപ്പോൾ വോട്ടിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആദ്യം എടുത്ത് വെച്ചിട്ട് പിന്നെ ബിഗ് ബോസിൽ ചെന്നിട്ട് അത് ഇവർ ടെലികാസ്റ്റ് ചെയ്യുകയും അന്നും രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഈ വീഡിയോ ഇടുമോ എന്ന് ഞാൻ ഓർത്തില്ല, എനിക്കറിയില്ലായിരുന്നു വീഡിയോ വന്നതൊന്നും. എന്ത് കള്ളങ്ങൾ പറഞ്ഞാലും അതവിടെ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു ധൈര്യമുണ്ടല്ലോ, അത് എന്നെ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു അവസ്ഥയിൽ സ്വന്തം ശരീരത്തോടും സ്വന്തം മനസ്സിനോടും ഒപ്പമുള്ള സാഹചര്യങ്ങളോടും ഒക്കെ വളരെ ആത്മാർത്ഥതയോടെ നീതി പുലർത്തി നിൽക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. രേണുസുതിക്ക് വേണമെങ്കിൽ കിച്ചുവിനെ ഈ സമയത്ത് ചേർത്ത് നിർത്താമായിരുന്നു. അവൻ അതായത് അവർക്കൊരു ശരിയാണ്, ചേച്ചിക്കൊരു ഭർത്താവുണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് ആയിരുന്നില്ലേ കിച്ചു എന്ന് പറയുന്ന മകനെ പോലെയായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ചേച്ചിയുടെ ഭർത്താവിനേക്കാൾ കൂടുതൽ ബന്ധം ഈ മകനായിരുന്നില്ലേ? അവൻ എല്ലാത്തിനും ഇപ്പോൾ സഹായമായിട്ട് നിൽക്കില്ലായിരുന്നു. സ്വന്തം മകനെ പോലെ കണ്ടു, മകനിപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ദുബായിൽ നിന്ന് എപ്പോഴോ വന്നിട്ട് കിച്ചുവിൻ്റെ ഒപ്പം നിന്ന ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, രേണുസുതി എന്തോ ഒരു സിനിമാ നടിയെ പോലെ അവനിൽ നിന്ന് മാറി മാറി നിൽക്കുകയായിരുന്നു. അതായത് ഭയങ്കര ഇങ്ങനെ ജാടയിട്ട് ഇങ്ങനെ കാറിൻ്റെ ബോണറ്റിലൊക്കെ ചാരി ഇങ്ങനെ നിൽക്കുന്നു. അവൻ്റെ അടുത്ത് ഒട്ടും അറ്റാച്ച്ഡ് അല്ലാത്ത രീതിയിലായിരുന്നു രേണുസുതി നിന്നിരുന്നത്. ഇന്ന് രേണുസുതി പറയുന്നു 11 വയസ്സ് മുതൽ ഞാൻ എടുത്തുകൊണ്ട് നടന്ന മകനാണ്. ആ കള്ളങ്ങൾ പറയുന്ന കോൺഫ്ലിക്ട്സ് ആയി പോകുന്ന പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ മാത്രം നിങ്ങളിത് വിശ്വസിക്കുക, കേൾക്കുക. അതായത് അത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് രോഗാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ പൊന്നു മകനായിരുന്നു, അവൻ എന്നെ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജനഹൃദയങ്ങളെ വൈകാരികമായിട്ട് ഉണർത്തുകയാണ്. അത് ഇട്ടുകൊടുത്ത ഒരു ബോംബായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാതെ വളരെ മാന്യമായിട്ടിരുന്ന് സ്വന്തം കോണ്ടന്റുകൾ ഇട്ടിരുന്നു എങ്കിൽ എത്രമാത്രം, അതായത് ഒരു പക്ഷേ നിങ്ങൾ മുന്നേ ചെയ്ത കാര്യങ്ങളിലൂടെ വെറുത്തുപോയ ആളുകൾക്കാണെങ്കിലും നിങ്ങളോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നേടിയെടുക്കാമായിരുന്നു. രോഗം കൊണ്ട് ആരും ഇങ്ങനെ വിൽപ്പന ചരക്കാക്കുകയൊന്നും വേണ്ട, പക്ഷേ നിങ്ങൾക്കൊരു കരുണ എവിടെ നിന്നെങ്കിലും കിട്ടുമായിരുന്നു. ഈ രോഗാവസ്ഥയിൽ ആരെയും ഇട്ടുകൊടുക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിരുന്നു എങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. സീമാജി നായർ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സീമാജി നായർ എപ്പോഴും പറയുന്നുണ്ട് പുള്ളിക്കാരത്തി പല ചാരിറ്റികളും ചെയ്യുന്നത് കടമാണ്, അതാണ് ഇതാണ്. നമുക്കറിയാം അവരൊരൊറ്റ സ്ത്രീയാണ്, അവർ മറ്റാരെയും, അതായത് അവർ ജീവിക്കുന്നതേ ഒരു സിംഗിൾ ലേഡി ആയിട്ടാണ്. ഒരുപാട് ബാധ്യതകളും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ടാണ് അവർ നാട്ടുകാരെ സഹായിക്കാൻ നിൽക്കുന്നത്. അപ്പം ആ രീതിയിൽ പ്രശസ്തയായ ഒരാൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ ഒരുപാട് ആളുകൾ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഷെഫീന എന്ന് പറയുന്ന ചേച്ചി അത് പുഷ്പം പോലെയാണ് പൊക്കിയെടുത്ത് പുള്ളിക്കാരത്തിയായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ഒക്കെ പുറത്തേക്ക് ഇട്ടത്. അപ്പോൾ അത് കള്ളമെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനൊന്നും ചെയ്തില്ലേ എന്നുള്ളത്, ഈ കുഞ്ഞി പിള്ളേരൊക്കെ ഈ 3-4 വയസ്സുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ഈ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് അത് പോളിഷ് ചെയ്യാൻ നോക്കുന്നത് പോലെ മുതിർന്നൊരു സ്ത്രീ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര കുട്ടിത്തരോ ക്യൂട്ട്നെസ്സോ ഒന്നും അതിൽ കാണില്ല. നേരെ മറിച്ച് ഇത്രയും കള്ളം പറയുന്നൊരു സ്ത്രീയോ എന്നുള്ളൊരു ചിന്തയുണ്ടാകത്തുള്ളൂ. എല്ലാവരെ കൊണ്ട് നമുക്ക് 100% നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ചിലരുടെയെങ്കിലും അനുകമ്പ, സ്നേഹം ഒക്കെ പിടിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കും. കാരണം അനുകമ്പ തരുന്നത് മനുഷ്യന്മാരാണ്, വാങ്ങിക്കേണ്ട നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് സാധിക്കും. അല്ലാതെ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ നല്ലതാണെന്ന് പ്രൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ലോകം നമുക്ക് ഒരിക്കലും നല്ല ഒരു മാർക്ക് തരത്തില്ല, 100% മാർക്കൊന്നും തരത്തില്ല. എന്തെങ്കിലുമൊക്കെ അവൾ കുശിന്തിയാണ്, അവൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്, അവൻ ദാടി വളർത്ത് നടക്കുന്നുണ്ടോ, അവൻ കഞ്ചാവാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ലോകമാണ്. ആ ലോകത്തിൽ നിന്ന് 100% മാർക്കൊന്നും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല എങ്കിലും പണ്ട്
തെറ്റായിരുന്നു എന്ന് ചിന്തിച്ചവർ ഇന്ന് ശരിയായിരുന്നു എന്ന് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുമായിരുന്നു.